നിറയ്ക്കണം കരുണാമയനേ. അകതാരിൽ വർഷിക്കും നിൻ സ്നേഹജാലക അറിവായി അറിവായി തന്നിടണേ. ഞങ്ങൾ തൻ പാതകൾ വിളിതെളിക്കണം നിൻ കൃപാരശ്മികൾ നൽകണമേ. ഞങ്ങൾ തൻ പാതകൾ വിളിതെളിക്കണം നിൻ കൃപാരശ്മികൾ നൽകണമേ. ചേർത്തിടണേ കരുണയാലൻ മനം നീ നിറയ്ക്കണം. ടീച്ചേഴ്സിനോട് ആഗ്രഹമാണ് അവർ കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാം. ഇത് കഴിഞ്ഞിട്ട് പുള്ളി സംസാരിച്ച് ആദ്യം സ്വീകരിച്ച അധ്യാപകർക്ക് സ്റ്റേജിൽ തന്നെ നിൽക്കണേ.
കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും സ്റ്റേജിലേക്ക് കയറി വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. എല്ലാവരും അറിഞ്ഞു കൈയടിച്ചേ. ഈ കോളേജിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നെനിക്കറിയാം. അദ്ദേഹവും ഇപ്പോൾ തിരുമേനിയും വന്ന ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായി. ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പണ്ട് മേലുകാവ് കോളേജ് അഡ്മിഷൻ ഉണ്ടായിരുന്നു. ഇപ്പം മേലുകാവ് കോളേജ് അഡ്മിഷന് വേണ്ടി ക്യൂവാ. കൊല്ലപ്പോഴൊക്കെ ഞങ്ങളും വിളിച്ച് ഓരോന്ന് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഏതായാലും അദ്ദേഹത്തെ പ്രിൻസിപ്പലിനെ ആദരിച്ചത് ഞാൻ പ്രത്യേകം നന്ദി പറയാം. എന്നാൽ തീർച്ചയായും വേണ്ട കാര്യമായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകരെയൊക്കെ ആദരിക്കുക, അവരെ വിളിച്ചു വരുത്തുക, ഒന്ന് കാണുക എന്നൊക്കെ പറയുന്നത് നല്ല കാര്യമാണ്. ഞങ്ങളും 1972 SSLC ബാച്ചുകാരിങ്ങനെ ഇതുപോലെ കൂടാറുണ്ട്. പൊതുവായ ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നമ്മളിൽ ആരെങ്കിലും അവശരായി പോയിട്ടുണ്ടെങ്കിൽ, സാമ്പത്തികമായോ മറ്റേതെങ്കിലും തരത്തിലോ പോയിട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കാനുള്ള ഒരു കൂട്ടായ്മ കൂടിയായി ഇത് മാറണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എനിക്കും ഒരുപാട് പരിപാടികൾ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി ഈ ചടങ്ങ് ഉദ്ഘാടനത്തിൽ ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. കുറച്ച് കാണുമോ എന്നൊരു സംശയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, തിരുമേനി ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഇത് ഒരു ബാച്ചിൻ്റെ അല്ല, ഇത് 7 ബാച്ചിൻ്റെയാണ്. എന്നിട്ടും അത്ര പോരാ എന്ന് തോന്നുവാൻ തക്കവണ്ണം അദ്ദേഹം പറഞ്ഞു, തിരുമേനി ഇത് മേലുകാവ് മാത്രം അറിയുന്നൊരു പ്രോഗ്രാം അല്ല, ഇത് കേരളം മുഴുവൻ അറിയുന്നതാണ്. എന്നിട്ടും പോരാ എന്ന് തോന്നിയാണ് അദ്ദേഹം ഉടനെ പറഞ്ഞു ഇത് ലോകം മുഴുവൻ കാണുന്നൊരു വലിയൊരു പ്രോഗ്രാമാണ്, ഒരു മെഗാ പ്രോഗ്രാമാണ്. അങ്ങനെയെല്ലാം പറഞ്ഞ് എന്നെ പ്രലോഭിച്ചു. ഇവിടെ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ഞാൻ പെട്ടിരിക്കുകയാണ്. കാരണം ലൈവ് ഇപ്പം വളരെ പ്രശ്നമാണ്. കാരണം അത് ടൈം ബൗണ്ടായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ കൺവെൻഷന് പ്രോഗ്രാം ഇപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. ഞാൻ ആ സമയത്ത് ചെല്ലാനും മുമ്പുള്ളതെല്ലാം തുടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് പോന്നിരിക്കുകയാണ്. ആൾക്കാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം അതിൻ്റെ വിലയിരുത്തലെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. എങ്കിലും എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വെറും വാക്കിൽ പറയുന്നതല്ല, എൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായൊരു ആനന്ദം തോന്നുന്നു നിങ്ങളെ എല്ലാവരെയും കാണുമ്പോൾ. ഇത് വളരെ വലിയൊരു സംഭവം തന്നെയാണ്. തീർച്ചയായിട്ടും CA ഞാൻ ആ കാര്യത്തിൽ വളരെയധികം അഭിനന്ദിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യവും പ്രവർത്തനങ്ങളും എല്ലാം, അദ്ദേഹവും അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ടീമുകളും അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ അറിയിപ്പ് മാനിച്ച് പഴയ സുഹൃത്തുക്കളെല്ലാം കണ്ടുമുട്ടാം എന്നുള്ള വളരെ താല്പര്യത്തോടെ കടന്നു വന്നിരിക്കുന്ന, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ ഉന്നതമായ സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന, നമ്മുടെ രാജ്യത്തിന് കേരളത്തിന് പുറത്തും വളരെ ഉന്നതമായ സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന, സംരംഭങ്ങൾ നടത്തുന്ന ബഹുമാനായ നിങ്ങൾക്കും എൻ്റെ സ്നേഹ അഭിവാദനങ്ങളും വന്ദനവും അറിയിക്കട്ടെ. ഏറെ സന്തോഷമുണ്ട്. ഏതാണ്ട് 40-43 വർഷം
കൂടി ഇങ്ങനെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഏറെ സന്തോഷം തരുന്ന കാര്യമാണ്. ഞാൻ 83-85 ബാച്ചിൽ ഇവിടെ നിന്ന് പഠിച്ചു പോയതിൽ പിന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന ഒരു പ്രോഗ്രാമിൽ രണ്ടാമതാണ് പങ്കെടുക്കുന്നത്. എങ്കിലും ബദാ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ആദ്യമായാണ് പങ്കെടുക്കുന്നത്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആഗ്രഹിച്ചിരുന്ന, വർഷങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം. തീർച്ചയായും നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഹൃദയം കൊണ്ട് ആഴ്ചകളായി വളരെ സന്തോഷത്തിലായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ അതിന്റെ പ്രതിഫലം അറിയാമായിരുന്നു. കാരണം 10, 40, 30 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുമുട്ടിയവര് ഇടയ്ക്ക് വളരെ ചുരുക്കം ചിലർ മാത്രം കണ്ടുമുട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പൂർവ്വ അധ്യാപകര് ഏറെ സന്തോഷം തോന്നുകയാണ്. അവർ നമ്മളെപ്പോലെ തന്നെ ഇരിക്കുന്നു. എന്താ ഇവിടെ അവരെ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടി. കാരണം പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും ഒരുപോലെ ഇരിക്കുന്നു. ചരിത്രമെടുത്താൽ നമുക്ക് ആദരിക്കുന്നത് പ്രൗഡ് അലുമിനി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ കൂടിയായ ഡോക്ടർ സ്റ്റാലിൻ ഈ കലാലയത്തെ ഒരു കാലഘട്ടത്തിൽ മുൻപോട്ട് നയിച്ച് അധ്യാപകനായും പ്രിൻസിപ്പലായും സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിച്ച് വീണ്ടും നമ്മുടെ കലാലയത്തിലേക്ക് എല്ലാ കാര്യങ്ങളിലും വീണ്ടും എല്ലാ പരിപാടിയിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആരാധ്യനായ നമ്മുടെ PV ജോസഫ് അച്ഛൻ, അഡ്വക്കേറ്റ് അനിൽകുമാർ സാർ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ മെഗാ അലുമിനി മീറ്റിൽ സംബന്ധിച്ച് ആദരവ് ഏറ്റുവാങ്ങാൻ, അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയുമായി സംസാരിക്കാനും ഒക്കെ ഇവിടെ എത്തിയിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട വിരമിച്ച അധ്യാപക ശ്രേഷ്ഠരെ, അതിൽ അധ്യാപകരുണ്ട്, പ്രിൻസിപ്പൽമാരുണ്ട്, പ്രിൻസിപ്പൽ ഇൻചാർജുമാരുണ്ട്, വളരെയേറെ ഈ കലാലയത്തിന്റെ തുടക്കം തൊട്ട് സ്പന്ദനങ്ങൾ അറിയാവുന്ന ഏറ്റവും സ്നേഹമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, ഞങ്ങൾ പഠിക്കുമ്പോൾ ഇതൊന്നും ഇല്ലല്ലോ. ഒരു ഷെഡിലിരുന്ന് എപ്പോഴും ഓർക്കുന്നു പ്രൊഫസർ സുകുമാർ അഴീക്കോട് സാറിൻ്റെ പ്രസംഗം ഒരു ചെറു അനക്കം പോലും ഇല്ലാതെ ശ്രദ്ധിച്ച ഒരു സദസ്സിന് ഞാനിപ്പോഴും എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടത്. അന്ന് നമുക്ക് ഈ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ മുറ്റത്ത് നമ്മൾ പന്തലിട്ടിട്ട് അവിടെ ഇരുന്ന് ആസ്വദിച്ചത്. ഒരു ക്ലാസ്സിൽ 90-95 കുട്ടികളായിരുന്നു. 4th ഗ്രൂപ്പിലും 3rd ഗ്രൂപ്പിലും. ശേഷമാണ് തോമസ് P. ജോഷുവ സാറിനെ കാണുന്നത്. അതോടൊപ്പം എന്നോടൊപ്പം പ്രവർത്തിച്ചതായ NSS വോളണ്ടിയർ സെക്രട്ടറീസ് അബ്ദുൽ സലാം MM, ശ്രീ ബെന്നറ്റ് എബ്രാഹാം എന്നിവരെയും കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ കാണിച്ചതായ ഈ വലിയ സ്നേഹത്തിന് വളരെയധികം നന്ദി കരയറ്റുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ കോളേജിൽ നിന്നും കിട്ടിയതായ ആ ദർശനം ജീവിതത്തിൻ്റെ എല്ലാ നാളും നിറവേറ്റുവാൻ, അങ്ങനെ അനുഗ്രഹകരമായ ജീവൻ നയിപ്പാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളെല്ലാം മുമ്പേ ഓർപ്പിച്ചതുപോലെ അന്നത്തെ വിദ്യാർത്ഥികളെ അല്ല ഇന്ന് കോളേജിൽ വന്നാൽ കാണാൻ കഴിയുന്നത്. അന്ന് പ്രിൻസിപ്പലിനെ എല്ലാവർക്കും ബഹുമാനമായിരുന്നു, അധ്യാപകരെ എല്ലാവർക്കും ബഹുമാനമായി. ഇന്ന് പ്രിൻസിപ്പൽ ഈ കോളേജിൻ്റെ ഓഫീസിൽ നിന്ന് വെളിയിലിറങ്ങി നടന്നു പോയാൽ വിദ്യാർത്ഥികളാരും എഴുന്നേൽക്കില്ല. കാലം വളരെ മാറിപ്പോയി. ബിഷപ്പിലെ പോയാലും വിദ്യാർത്ഥികളെ ഇരിക്കുന്ന ഇടത്ത് ഇരിക്കുകയല്ലാതെ അവരാരും എഴുന്നേൽക്കില്ല. മറ്റു കോളേജിലെ അധ്യാപകരും പ്രിൻസിപ്പൽമാരും ഇവിടെ വരുമ്പോൾ അവർ പറഞ്ഞതായ ഒരു കാര്യം ഇങ്ങനെയാണ്: ഞങ്ങളെ പങ്കാളികളാക്കുവാൻ നിങ്ങൾ കാണിച്ച നല്ല മനസ്സിന് ഞാൻ എന്നും നന്ദിയോടെ ഓർക്കും, നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ഈ കൂടിവരവ് സിബി പറഞ്ഞ പോലെ ഇതൊരു തുടക്കം മാത്രമാണ്. തീർച്ചയായിട്ടും ഇതിന് കൂടുതൽ ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ മുന്നോട്ട് പോകാൻ അടുത്ത മീറ്റിങ്ങിൽ കൂടുതലായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഒരു മെഗാ അലുമിനി മീറ്റ് അല്ല, ഒരു മൾട്ടി ഫെസിഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് നിങ്ങൾ അടുത്ത പ്രോഗ്രാം നടത്തട്ടെ. 81 തൊട്ട് 89 വരെയുള്ള ആ ബാച്ച് എന്ന് പറഞ്ഞാൽ അതൊരു
ക്യാമ്പസ് വളരെ സജീവമായിട്ടുള്ള, ഇവിടെ പഠിപ്പിച്ച എല്ലാ അധ്യാപകർക്കും അത് വിദ്യാർത്ഥികൾക്കും അതുപോലെ ഒരു ക്യാമ്പസ്, നൂറോളം കുട്ടികൾ, 90, 80 അങ്ങനെയുള്ള ക്ലാസ് നിറഞ്ഞ് കമിഞ്ഞ് ഒഴുകുന്ന അത്രയും വിദ്യാർത്ഥികൾ, അതാണല്ലോ ഒരു ക്യാമ്പസിൻ്റെ സജീവത എന്ന് പറയുന്നത്. അത് ഒത്തിരി പരാധീനകൾ അന്നിവിടെ പഠിച്ച നിങ്ങൾ ഒരുപാട് കഷ്ടതകൾ, പരാധീനതകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഞാൻ ഓർക്കുന്നത് നിങ്ങളുടെയൊക്കെ മനസ്സിൽ ദ്വാരകയിൽ പോയി വന്ന കുചേരന്റെ മനസ്സായിരിക്കും. പുറം കക്ഷത്തിൽ വെച്ചുകൊണ്ട് ദ്വാരകയിൽ ചെന്നിട്ട് തിരിച്ചു വരുമ്പോൾ താൻ ജീവിച്ചിരുന്ന കുടിൽ അവിടെയില്ല. അതിൻ്റെ സ്ഥാനത്ത് ഒരു മനോഹരമായ സൗധം മാളികയാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ 89-ൽ പഠിച്ചിറങ്ങി പോയതിന് ശേഷം ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ ഒരു 400 ഇഞ്ചുകളുടെ ചലനം കൊണ്ട് മാറിപ്പോയ ആ ഒരു പഴയ നമ്മുടെ കലാലയത്തിന് പകരം പുതിയ ഒരു മുഖച്ഛായയോടുകൂടിയാണ് ഈ സ്ഥാപനം ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരാളാണ്, അത് നമ്മുടെ ഗിരീഷ് സാറാണ്. ഞാനിവിടെ വന്നിട്ട് 43-ാമത്തെ വർഷമാണിത്. ഇപ്പം 43 വർഷം കഴിഞ്ഞിട്ടും നിങ്ങളുടെ ഈ സംഗമത്തിൽ പങ്കെടുക്കാനായിട്ട് ക്ഷണിച്ചതിന് നന്ദിയുണ്ട്. അതിന് ഈശ്വരൻ ആയുസ്സും ആരോഗ്യം തന്നു, അതിന് വളരെയധികം നന്ദിയുണ്ട്. എന്നെ പഠിപ്പിക്കാൻ, അതായത് പഠിച്ചു കഴിഞ്ഞ ഉടനെ കയറിയുകൊണ്ട് ഒരു ടീച്ചറെന്നുള്ള ആളായിട്ട് മോൾഡ് ചെയ്തത് ഞാൻ പഠിപ്പിച്ച കുഞ്ഞുങ്ങളാണ്, വേറെ ആരുമല്ല. സാറ് ഞങ്ങളെ പഠിപ്പിച്ചിട്ട് ഇന്ന ബാച്ചിൽ പഠിച്ച കുട്ടികളാണ്. ഞാനിവിടെ കയറി വന്നപ്പോൾ എനിക്ക് ലഭിച്ച സ്വീകരണം, എനിക്കിന്ന് വരാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ താമസിക്കുന്ന ഒരു ചെറിയൊരു കോളനി പോലെയാണ്. 14 വീടുണ്ട് അതിനകത്ത്. ആ കോളനിയിൽ ഒരു ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് ഞാനായിരുന്നു എൻ്റെ കോർഡിനേറ്റർ. അപ്പോൾ കോർഡിനേറ്ററായി ഞാനിങ്ങ് പോകുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് ഞാനിപ്പം പറഞ്ഞതെന്ന് മനസ്സിലാക്കി കാണും. അതങ്ങനെയാണ് ഈ ബന്ധം. ഞാൻ ഈ കോളേജിൽ ജോയിൻ ചെയ്യുന്ന 1982 ഡിസംബർ മാസം 1-ാം തീയതിയാണ്. അന്ന് എനിക്ക് 25 വയസ്സ്. 32 വർഷക്കാലം ഇവിടെ ജോലി ചെയ്തു. ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കില്ലാത്ത അനുഭവങ്ങൾ ഇന്നും എൻ്റെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുകയാണ്. ഈ കോളേജ് തുടങ്ങിയ സമയത്ത് ആദ്യമായി ഇവിടെ എത്തുന്നത് നമ്മുടെ പ്രിൻസിപ്പലായിരുന്ന PV ജോസഫച്ചന്, മരിച്ചുപോയ പ്രൊഫസർ CC ജേക്കബ് സാറ്, പ്രൊഫസർ ആബി വർഗീസ് സാറ്. സേവനമനുഷ്ഠിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നത് നന്ദിയോടെ ഓർക്കുന്നു. ഇത്ര മാത്രമേ ചെയ്യാൻ സാധിച്ചുള്ളൂ എന്നതിൽ മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ. പ്രത്യേകം നന്ദി. വലിയ കളിയിലായി ആയതിന് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നന്ദി, നമസ്കാരം. കിട്ടും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇവിടെ വന്ന സമയത്ത് ഇങ്ങനെ ഒരു മീറ്റിംഗ് നിങ്ങൾക്ക് നടത്താൻ തോന്നിച്ചതിന് ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. കാരണം 40 വർഷം മുമ്പ് കണ്ടവരെയൊക്കെ വീണ്ടും കാണാൻ സാധിക്കും, ഭയങ്കര അത്ഭുതമാണ്. അന്നത്തെ ആ അധ്യാപക സുഹൃത്തുക്കളെയും വീണ്ടും കാണാൻ സാധിച്ചത് വളരെ സന്തോഷകരമായ അവസരമായിട്ട് ഞാൻ കരുതുകയാണ്. ഞാൻ എൻ്റെ വിദ്യാഭ്യാസം മുഴുവൻ ഞാൻ വീട്ടിൽ നിന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഞാൻ തന്നെ മാറി താമസിക്കുന്നത്. അത് മേലുകാവ് വന്നപ്പോഴാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്, ഈ അധ്യാപകരെന്ന് പറയുന്ന ഗ്രൂപ്പ് വളരെ ഭാഗ്യമുള്ളൊരു ഗ്രൂപ്പാണെന്ന്. കാരണം മറ്റേത് പ്രൊഫഷനിൽ ആണെങ്കിലും റിട്ടയർമെൻറ്റിന് ശേഷമൊക്കെ ആ കൂടെ വർക്ക് ചെയ്ത ആളുകളെയോ ഓഫീസിൽ പല സേവനങ്ങൾ ചെയ്തു കൊടുത്തവരെയോ ഒന്നും പിന്നീട് കാണുന്ന ഒരവസരമില്ല. പക്ഷെങ്കിൽ ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ്, ഏത് കാര്യത്തിന് ഏതൊരു ഓഫീസിൽ ചെന്നാലും എവിടെ ചെന്നാലും നമ്മൾ പഠിപ്പിച്ച ഒരു കുട്ടിയെങ്കിലും അവിടെ കാണും.
ഈ വാർദ്ധക്യത്തിലും ഇവിടെ വന്ന് നിൽക്കുവാനായിട്ട് സഹായിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ അനു മിസ് പറഞ്ഞ പോലെ തന്നെ ഞാനിവിടെ കോളേജിൽ വരുമ്പോൾ എനിക്ക് വിഷയങ്ങളൊന്നും കാര്യമായിട്ടൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ മാത്തമാറ്റിക്സ് മാത്രമായിരുന്നു എനിക്ക് തറവായിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പഠിച്ചാണ് ഞാൻ വിഷയങ്ങളൊക്കെ ഒരുവിധം തറവാകുന്നത്. എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം, എങ്ങനെ ആകണം, എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ചു വന്നപ്പോഴത്തേക്ക് 56 വയസ്സായി പൊക്കോളാനും പറഞ്ഞു വീട്ടിൽ പോയിരുന്നു. എന്താണെങ്കിലും എനിക്ക് ഈ കോളേജ് എൻ്റെ വീടാണ്. ഈ കോളേജാണ് എന്നെ മോൾഡ് ചെയ്തത്. എനിക്ക് ഈ കോളേജിനോട് വളരെയധികം നന്ദിയുണ്ട്. ഞങ്ങളൊക്കെ കോളേജിൻ്റെ ആദ്യകാലത്തെ സ്റ്റുഡൻസുകളാണ്. പുതിയതായിട്ട് അതിന് ശേഷം 2004 ശേഷം വന്നാലും നേരിട്ട് വലിയ പരിചയമില്ല. ഏതായാലും ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചത് വളരെ നന്നായെന്നാണ് ഞാൻ കരുതുന്നത്. 2031 നമ്മുടെ കോളേജിൻ്റെ 50ാം വാർഷികമാണ്. ആ സമയമാകുമ്പോഴേക്കും ഇപ്പം നമ്മൾ 1989 വരെയുള്ള കുട്ടികളിലെ ചേർത്തുള്ള ഗ്രൂപ്പാണ് നമ്മൾ സംഘടിപ്പിക്കുകയും ഈ യോഗം സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. 2031 ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിപ്പോയ മുഴുവൻ ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് പരമാവധി ആൾക്കാരെ നമ്മുടെ കോളേജിൻ്റെ 50ാം വാർഷിക സമയത്ത് പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് കൂടാൻ സാധിക്കട്ടെ. ഈ കോളേജിന് ശേഷം ഒട്ടനവധി കോളേജുകളിൽ പഠിക്കുവാൻ, ലോ കോളേജ് ഉൾപ്പെടെ അനേക കോളേജുകളിൽ കേരളത്തിന് വെളിയിൽ പഠിക്കുവാൻ അവസരം ലഭിച്ചുവെങ്കിലും ഈ കോളേജ് എനിക്കൊരു വലിയ വികാരമാണ്. ഇവിടെ ഒത്തിരി പേര് ഈ ക്യാമ്പസുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ ഒപ്പം ബന്ധം ആർക്കും കാണില്ല എന്ന് ഞാൻ കരുതുകയാണ്. എൻ്റെ വീട്ടിൽ 4 മക്കളാണ്. 4 മക്കളിൽ ഞങ്ങൾ 3 പേരും ജനിച്ചത് ഈ ക്യാമ്പസിലാണ്. ഞാൻ ജനിച്ചത് ഈ ഹോസ്പിറ്റൽ ക്യാമ്പസിലാണ്. എനിക്ക് 12 വയസ്സ് വരെയും രോഗിയായിരിക്കുമ്പോൾ എല്ലാ വർഷവും ഒരു തവണയെങ്കിലും ഇവിടെ അഡ്മിറ്റും ആകാറുണ്ടായിരുന്നു. അതിനുശേഷം 82-84 ബാച്ചിൽ പ്രീ ഡിഗ്രി ഇവിടെ പഠിക്കുവാൻ സാധിച്ചു.